മകൻ മരിച്ചതിൽ അവർ മാനസികമായിട്ട് കാര്യം ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം മകനില്ലാത്ത വീട്ടിൽ നിൽക്കാനും ആ ഒരു മാനസിക നില അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതായിരുന്നു. അവൻ മരിച്ച സ്ഥലത്ത് ഞങ്ങൾ കൂടി പോയാലോ എന്നുള്ളവർ എപ്പോഴും എൻ്റെ ഇങ്ങനെ ചോദിക്കും. കെട്ടിയൊക്കെ പിടിച്ച് അച്ഛൻ്റെ അടുത്തൊക്കെ നല്ലതായിട്ട് യാത്രയൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. എല്ലാവർക്കും നമസ്കാരം. മകൻ മരിച്ച് പിറ്റേ വർഷം അതേ ദിവസം തന്നെ അച്ഛനും അമ്മയും മകനിലേക്ക് തന്നെ യാത്രയായി. തിരുവനന്തപുരം മുട്ടടയിൽ സ്നേഹദേവ് ശ്രീകല ദമ്പതികൾ കഴിഞ്ഞ ദിവസം ആറ്റിൽ ചാടി മരിച്ചൊരു ദാരുണ സംഭവം ഉണ്ടായി. മകൻ്റെ മരണത്തോടെ ഈ അച്ഛനും അമ്മയും വളരെ ദുഃഖത്തിലായിരുന്നു. മകന് ഹൃദയാഘാതം വന്ന് മരിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം ഇതേ സമയമായിരുന്നു. മകൻ്റെ പേരിൽ വലിയ ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങുകയും 20ഓളം പേർക്ക് വലിയ സാമ്പത്തിക സഹായം നൽകുകയും അതിനുശേഷം ഈ കഴിഞ്ഞ 3-ാം തീയതി അവർ കാശിയിലേക്ക് യാത്ര പോവുകയാണെന്ന് പറഞ്ഞ് ബന്ധുക്കൾക്ക് മുഴുവൻ എല്ലാവരെയും പോയി കാണാത്തവർക്ക് മെസ്സേജ് വെച്ചിട്ട് ഇവിടുന്ന് യാത്ര തിരികുകയും ഈ പറഞ്ഞ ആറ്റിൽ ചാടി മരിക്കുകയുമായിരുന്നു. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ പറഞ്ഞ ഇവരുടെ ബന്ധുക്കളോട് തന്നെ ചോദിച്ചിട്ട് വരാം. ചേട്ടനും ചേച്ചിയും ഒരു മോനുണ്ടായിരുന്നു, ശ്രീദേവ്. മോൻ LLBയിൽ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ മോനൊരു കാർഡിയാക് അറസ്റ്റ് വന്ന് മരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ മരിച്ചിട്ട് ഇപ്പോൾ 1 വർഷം ഫെബ്രുവരി 3 ആവുകയാണ്. അപ്പം മാനസികമായിട്ട് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മകൻ നഷ്ടപ്പെട്ടതിൻ്റെ ആ ഒരു വേദനയിലായിരുന്നു അവർ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രണ്ടുപേരും സൈലത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം ജോലിയെല്ലാം റിസൈൻ ചെയ്തിട്ട് ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടി മോൻ്റെ പേരിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തി അതിലൂടെ പാവപ്പെട്ട അർഹതപ്പെട്ടവർക്ക് ധനസഹായം എത്തിക്കുക, അതിൻ്റെ അത് വർഷങ്ങളോളം നീട്ടിക്കൊണ്ട് പോകുക എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് കൊണ്ടുപോയി. ആ ടൈമിൽ ഇങ്ങനെ മോൻ്റെ ആണ്ടിന് മുന്നേ ഒരു തീർത്ഥാടനം നടത്തണമെന്നാണ് ഞങ്ങളോടെല്ലാം പറഞ്ഞത്.